പ്രിയ ഗ്രൂപ്പ് അംഗങ്ങളെ, ഈ ഒരു വീഡിയോ എന്നുള്ളത് തെലുങ്കാനയിൽ സംഭവിച്ച ഒരു ദാരുണമായ സംഭവമാണ്. നിയമം അവിടുത്തെ ജനങ്ങൾ കയ്യിലെടുക്കുന്ന ഒരവസ്ഥ. അതായത് നിയമം തെറ്റിക്കുന്ന ഒരു വ്യക്തിയെ നിയമപാലകന്മാരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട വ്യക്തികൾ അവർ തന്നെ നിയമം നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത്. അതായത് ഈ പെന്തക്കോസുകാര് വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ അവർക്ക് വായി തോന്നുന്നതാണ് സുവിശേഷം എന്ന് അവർ ചിന്തിക്കുന്നത്, അതവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ, പാപിയായ ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്. ആ വിശേഷം കേൾക്കുമ്പോൾ, ആ സന്തോഷമുള്ള വിശേഷം കേൾക്കുമ്പോൾ അവൻ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വിശുദ്ധി അല്ലെ ദൈവത്തിന്റെ വചനത്തെ തിരഞ്ഞെടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതാണ് സുവിശേഷം. ഒരു മനുഷ്യനെ, പാപിയായ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി അവനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് സുവിശേഷം. പെന്തക്കോസുകാരെന്നുള്ള സമൂഹം ലോകത്തിലെങ്ങും പ്രചരിപ്പിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റി പറയുക, യേശുക്രിസ്തുവാണ് ദൈവം എന്ന് പറയുക, യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് പറയുക, യേശുക്രിസ്തു അതാണ്, ഇതാണ്, ആനയാണ്, ചേനയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ ലോകത്തിലൊന്നും പ്രചരിപ്പിക്കുന്നതാണ് സുവിശേഷം എന്നാണ് യുവന്മാരെ കരുതി വെച്ചിരിക്കുന്നത്. ഇവർ പ്രചരിപ്പിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞ സാത്താന്യ ഉപദേശമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അതായത് സത്യസുവിശേഷം എത്തുന്ന മുമ്പേ വ്യാജ സുവിശേഷം എത്തി മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു വിശേഷമാണ് ഈ പെന്തക്കോസുകാരുടെ സുവിശേഷം. ഞാൻ പല ഗ്രൂപ്പുകളിൽ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ഏകദേശം 15ഓളം വാട്സാപ്പ് ഗ്രൂപ്പ് ചെയ്ത് പുറത്താക്കിയതാണ്. ഇപ്പൊ ഇതാര ഒരു പിന്നെ മുമ്പ് പുറത്താക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പിന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. ഞാനത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഏത് പുറത്താക്കിയാലും പുറത്താക്കിയില്ലെങ്കിലും ഞാനത് പറഞ്ഞുകൊണ്ട്, കാരണം നമ്മൾ ഈ പറയുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ വചനം എന്ന സത്യം ലോകത്തെ പഠിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യൻ പാപിയാണെന്ന് അവൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവൻ പാപം എന്താണെന്ന് പഠിക്കണം. പാപം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ കൂടിയും പ്രവാചക പുസ്തകങ്ങൾ കൂടിയും ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പനകൾ ചെയ്യുന്നതും ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകൾ ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. അതായത് മോശ മുതൽ യോഹന്നാൻ വരെ, സ്നാപക യോഹന്നാൻ വരെ ഉള്ള വ്യക്തികൾ പറഞ്ഞ കൽപ്പനകൾ, അതാരും അവരുടെ കൽപ്പന അല്ല, ദൈവം പറയുവാൻ അയച്ച കൽപ്പനകളാണ് അവർ പറഞ്ഞത്. മോശ മുതൽ യോഹന്നാൻ വരെ പറഞ്ഞ ആ കൽപ്പനകൾ ലംഘിക്കുന്നത് ദൈവത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർ അത് ചെയ്യരുത്, നിങ്ങൾ ദൈവത്തിന്റെ വഴിയെ മടങ്ങി വരണം, പാപത്തിന്റെ ശിക്ഷ എന്നുള്ളത് മരണമാണ്, ആ മരണത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ നിങ്ങൾ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം, എന്നാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും, നിങ്ങൾ പാപി അല്ലാതായി മാറും എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം. അതാരും ഇവിടെ ആരും പറയാറില്ല. ഇപ്പൊ ഈ തെലുങ്കാനയിൽ സംഭവിച്ചെന്നുള്ളത് ഇവർക്ക് രണ്ട് സുവിശേഷ വിരോധികൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ വീഡിയോ കാണുന്നത്. അതായത് രണ്ടുപേരും സുവിശേഷ വിരോധികളാണ്. ഈ പെന്തക്കോസുകാർ എന്ന് പറയുന്ന സമൂഹം അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അത് സുവിശേഷ വിരോധമാണ്. കാരണം സത്യസുവിശേഷം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കാതെ അവർക്ക് സഭ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ലോകത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റേ ഗ്രൂപ്പുകാര് ഒരു തീവ്ര ഹൈന്ദവ വിഭാഗക്കാരായിരിക്കും. അത് കാണുമ്പോൾ പറയാം, എല്ലാവരും അതിന്റെ ആപ്പവപ്പുകളൊന്നും അല്ല, ലോക്കൽസ് ഒന്നുമല്ല. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കാണുന്ന ഈ RSSകാരെയോ BJPക്കാരെ പോലുള്ള ലോക്കൽസ് എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, അവരുടെ വസ്ത്രധാരണം കാണുമ്പോൾ പറയാം എല്ലാവരും നല്ല വിവരം ബോധമുള്ള ആൾക്കാരാ. അവര് മതപ്രചാരണം നടത്തുന്നു. കാരണം പെന്തക്കോസുകാരുടെ മതപ്രചാരണം എന്നുള്ളത് ആൾക്കാരെ മതം മാറ്റി അവരുടെ സ്വോത്ര കാഴ്ചയും ദശാംശവും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഫീസും പിന്നെ കൺവെൻഷൻ അങ്ങനെയുള്ള ചില ഉടായ്പ പരിപാടികൾ, അതിനൊക്കെ അതുവഴി അവർക്ക് വരുമാനം ലഭിക്കും. അമ്പലത്തിൽ പൂജ ചെയ്യുമ്പോൾ മണ്ഡാരപ്പെട്ടിലും പോലെ അവിടെ കാണിക്കയുണ്ട്, അർച്ചനയുണ്ട്, മറ്റേ പൂജാതി കർമ്മങ്ങളുണ്ട്, വെടിവെടികളുണ്ട്. ഇതെല്ലാം പണം കിട്ടുന്ന പരിപാടിയാണ്. ഇതുപോലെ ഒരു പരിപാടിയാണ് പെന്തക്കോസുകാരുടെ. ദൈവത്തിന്റെ പേരും പറഞ്ഞാൽ ബൈബിളും എടുത്ത് കാണിച്ച് ഇത് ദൈവത്തിന്റെ മാർഗമാണെന്ന് പഠിപ്പിച്ച് അവർക്ക് തോന്നുന്ന പോലെ പഠിപ്പിച്ച് പൈസ അടിച്ചു മാറ്റുക. പാവപ്പെട്ടവൻ അധ്വാനിക്കുന്ന വരുമാനം
അത് ഈ ജോലിക്കും കൂലിക്കും പോവാതെ സ്വയം പുരോഹിതനാണെന്ന് ചമഞ്ഞു നടക്കുന്നവർക്ക് അടിച്ചു മാറ്റുക. ഇതാണ് ഇവന്മാരുടെ രീതി, ഇതാണ് ഇവരുടെ സുവിശേഷം, ഇതാണ് ഇവരുടെ ആരാധന. ഇത് തെറ്റ്. രണ്ടുപേരും സുവിശേഷ വിരോധികളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇവരെ മർദ്ദിക്കുന്ന ആൾക്കാർ അവര് സുവിശേഷ വിരോധം എന്ന് പറയാൻ കഴിയില്ല. കാരണം അവര് സുവിശേഷത്തിന് സുവിശേഷ വിരോധികളെ അവര് പ്രതിരോധിക്കുകയാണ്. കള്ള സുവിശേഷം പറയാൻ വന്നവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കാരണം അവർ ചെയ്ത തെറ്റാണ്. കാരണം നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അയാൾ മതപരിവർത്തനം നടത്തുന്നുവെങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാവിധം നിയമപ്രകാരം കുറ്റകരമാണ്. കുറ്റകരമായ കൃത്യമായി 5 വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ്. ആ ചെയ്യുന്ന ആള് അത് അവരെ പിടികൂടി ബലപ്രയോഗം ചെയ്ത് അല്ലെങ്കിൽ പിടികൂടി കൈയും കാലും കെട്ടി വെച്ച് പോലീസിനെ ഏൽപ്പിക്കുക, കൈകാര്യം ചെയ്യാൻ അനുവദിക്കല്. ഇതിപ്പം അവർ കേസാവുമ്പോൾ അവർ മർദ്ദിക്കുന്നവരും പ്രതികളാവും. കാരണം ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അത് നിയമം കയ്യിലെടുക്കുന്നവർക്ക് മാത്രമേ അധികാരമുള്ളൂ. നിയമം കയ്യിലെടുക്കുന്നവർക്ക് പോലും അവരെ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല. അവർക്ക് ഒരു പ്രതിയെ ചോദ്യം ചെയ്യണം, മർദ്ദിച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ പോലും അവരെ മേലുദ്യോഗസ്ഥമായിട്ട് പെർമിഷൻ വേണം. അല്ലാതെ അങ്ങനെ ആരെ ഉപദ്രവിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലമൊന്നും അല്ല. എന്തായാലും ഞാനിത് പറഞ്ഞില്ല എങ്കിൽ അതൊരു കുറവാണെന്ന് തോന്നി. ഞാനത് ഇന്നലെ കണ്ട വീഡിയോ, ഇന്നെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവർക്കും സമാധാനം.